ജപ്പാനിലെ യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിലേറ്റവും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന കാര്യം ജപ്പാനിലെ ആളുകളുടെ ആതിഥ്യ മര്യാദയാണ്. അവരുടെ പെരുമാറ്റവും ആതിഥ്യ മര്യാദകളും ഒരുപക്ഷെ മറ്റേത് രാജ്യത്തെ ആളുകൾക്കും പിന്തുടരാൻ കഴിയാത്ത അത്ര ഉയരങ്ങളിലാണ്. ഞങ്ങളുടെ ജെസി അക്കാഡമിയുടെ ഗ്ലോബൽ അക്കാഡമിയുടെ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് സെറമണി തന്നെ നമ്മുടെ യാത്രയെ എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവമായി മാറി. ഞങ്ങളുണ്ടായിരുന്ന മുഴുവൻ അംഗങ്ങൾക്കും വളരെ നിറമുള്ള മഞ്ഞ നിറമുള്ള ഒരു കിമോണ ജപ്പാൻ്റെ പരമ്പരാഗതമായ ഡ്രസ് നൽകി. ഞങ്ങളിരുന്ന വസ്ത്രത്തിന് മുകളിലൂടെ കിമോണ ധരിച്ചു. അരയിൽ അതിൻ്റെതായ ഒരു ബെൽറ്റുണ്ട്, അവിടെ കെട്ടി എല്ലാവരും നിലത്തിരുന്നു. എല്ലാവരെയും അവരുടെ ആതിഥ്യ മര്യാദയുടെ ആദ്യ ചുവട് നിലയിൽ ജപ്പാനിലെ പ്രത്യേകമായ ചായ സൽക്കാരം നൽകി സ്വീകരിച്ചു. പ്രത്യേകമായ എന്തൊക്കെയോ പച്ച മരുന്നുകളോ അവയൊക്കെ ചേർത്ത് ഒരു കയ്പ് രുചിയാണതിന്. അത് ആചാരപ്രകാരം കുടിക്കുവാൻ നമുക്ക് നൽകി. അത് ഓരോ തവണ സിപ്പ് ചെയ്യുമ്പോഴും അവർ പ്രത്യേകമായ രീതിയിൽ അതിൻ്റെ ആചാരക്രമങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഇതോടൊപ്പം തന്നെ സംഗീത സാന്ദ്രമാണ്. ജപ്പാനീസ് മനോഹരമായ നമ്മുടെ ഹൃദയ ദ്രവീകരണം ഉണ്ടാക്കുന്ന ഹൃദ്യമായ അവരുടെ സംഗീതം ആ ഹാളിനുള്ളിൽ അലയടിക്കും. ഈ സംഗീതവും ഈ ചായ സൽക്കാരവും ഒക്കെ ഒരു വ്യക്തിയെ ആ ഒരു രാജ്യത്തേക്ക് വല്ലാതെ ആകർഷിക്കുന്നതാണ്. ഈ ആളുകളുടെ പെരുമാറ്റത്തിൻ്റെ നൈർമല്യം നമുക്കറിയാം. ജപ്പാൻകാരെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർ മുൻപോട്ട് കുനിഞ്ഞു നിന്ന് നമ്മെ ആദരിക്കാറുണ്ട്. ഞാൻ ഈ ജപ്പാൻ യാത്ര അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പല സ്ഥലത്തേക്കും പോകേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഒരു സുഹൃത്തുമായി സംസാരിച്ച് 2-3 ജപ്പാനീസ് വാക്കുകൾ പഠിച്ചു. കാരണം മറ്റൊന്നുമല്ല, ജപ്പാനിലെ ആളുകൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നവരല്ല. അവർക്ക് ജപ്പാനീസ് ഭാഷ തന്നെയാണ് അറിയാവുന്നത്. അതുകൊണ്ട് ഒരാളെ കാണുമ്പോൾ നമുക്കൊരു വിഷ് ചെയ്യാനുള്ള ചില വാക്കുകൾ, ഒരു താങ്ക് യു പറയുന്നത് എങ്ങനെയാണ്, അത്തരം ചില 2-3 വാക്കുകൾ ഞാനൊരു ചെറിയ ഡയറിയിൽ എഴുതി കയ്യിൽ സൂക്ഷിക്കുമായിരുന്നു. ഈ വാക്കുകൾ പലപ്പോഴും ഉപയോഗിക്കും. അത് ആളുകൾക്ക് കേൾക്കുന്ന ജപ്പാൻകാരന് പലപ്പോഴും ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഈ ഒരു ആതിഥ്യ മര്യാദയോടെയുള്ള തുടക്കം തന്നെ നമ്മെ ഏറെ സന്തോഷിപ്പിച്ചു. ഈ പരിശീലന പരിപാടിയുടെ ഇടയിൽ 3-ാം ദിവസം ഈ പരിശീലനം തോന്നിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ജപ്പാൻ്റെ ജീവിത രീതികളെ മനസ്സിലാക്കാൻ സഹായകരമായ ഹോം സ്റ്റേ അറേഞ്ച് ചെയ്യും. ജപ്പാനിലെ ഏതെങ്കിലും വീട്ടിൽ നമുക്ക് താമസിക്കാം. അത് ഈ പരിസരത്ത് വന്ന ആളുകൾക്കെല്ലാം വ്യത്യസ്തമായ വീടുകളാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് കിട്ടിയത് ജപ്പാനിലെ ഒരു റിസർച്ച് സ്കോളറായ മിയൂക്കിയുടെ വീടാണ്. മിയൂക്കി ഒരു വനിതാ ഡോക്ടറാണ്. മിയൂക്കിയുടെ ഹസ്ബൻഡ് ഹീരു ഇന്ത്യക്കാരനാണ്. ഇവരുടെ കൂടെയാണ് താമസിക്കാൻ അവസരം കിട്ടിയത്. അതുകൊണ്ട് ഈ ഒരു 2 ദിവസത്തെ താമസം നമുക്ക് ജപ്പാൻ്റെ ജീവിതത്തെ അടുത്തറിയാൻ സഹായകരമാണ്. ഈ അക്കാഡമിയുടെ 3-ാം ദിവസം ഈ കൊണ്ടുപോകേണ്ട ഗസ്റ്റുകൾ അല്ലെങ്കിൽ ഹോസ്റ്റുകൾ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഹിരുവും മിയൂക്കിയും കൂടെ വന്നു. എന്നെ അവരുടെ കാലിൽ കൊണ്ടുപോയി. ആദ്യം അവർ എന്നോട് പറഞ്ഞു, ജപ്പാൻ്റെ ഒരു കൊണ്ടുവന്ന് കിറ്റാക്കുഷു ചുറ്റുപാടെല്ലാം കൊണ്ട് കാണിക്കുന്നത് ഒന്ന് ചുറ്റി കറങ്ങി നമ്മളെ കാണിച്ചു. ഈ കാണിക്കുന്ന സമയത്ത് ഒരു നദിയുടെ അരിയിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. കിറ്റാക്കുഷു നദിയുടെ അരിയിലൂടെ അരിയിൽ ഒരു സ്ഥലത്ത് ഒരു വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഈ നദി നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എന്നോട് പറഞ്ഞു, നദി നിങ്ങൾ നോക്ക്, എങ്ങനെ തോന്നുന്നു. അപ്പം ഞാൻ നദിയിലേക്ക് നോക്കി, മുകളിൽ ആകാശത്തിലേക്ക് നോക്കി. രണ്ടിനും നീല നിറമാണ്. അല്ലെങ്കിൽ ഈ ആകാശത്തെ നീല നിറം അതുപോലെ പ്രതിബിംബിക്കുന്ന മനോഹരമായ നദിയാണ്. തെളിനീരാണ് അതിലൂടെ ഒഴുകുന്നത്. വലിയ നദിയാണ്. അപ്പം ഞാൻ ഈ നദി കണ്ടപ്പോൾ എൻ്റെ സന്തോഷം ഇവരോട് പങ്കുവച്ചു. എത്ര ഹൃദ്യമായിട്ടാണ് നിങ്ങൾ നദിയെ സൂക്ഷിക്കുന്നത്, എത്ര ഭംഗിയാണിത്. അപ്പോൾ ഹീരോയിൻ്റെ ഭാര്യ മിയുക്കി പറഞ്ഞ വാചകം ഇങ്ങനെയാണ്,
ഈ നദി ഇത്ര സുന്ദരമായിരുന്നില്ല. ഈ കിറ്റാക്കുഷുവിൽ നിറച്ച് ഇൻഡസ്ട്രീസാണ്, വലിയ വ്യവസായശാലകളാണ്. നിപ്പോണിൻ്റെ വലിയ ഉരുക്ക് നിർമ്മാണശാലയൊക്കെ ഈ കിറ്റാക്കുഷിയിലുണ്ട്. ഈ ഉരുക്ക് നിർമ്മാണശാലകളിലെയും മറ്റ് ഇൻഡസ്ട്രികളിലെയും വ്യവസായ സ്ഥാപനങ്ങളിലെയും ധാരാളം ചെളിയും അഴുക്കുകളും മാലിന്യ വസ്തുക്കളുമെല്ലാം ഈ നദിയിലേക്കാണ് ഒഴുക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഏതാനും വർഷം മുമ്പ് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഈ നാട്ടിൽ സ്കൂളുകളിൽ വെച്ച് ഒരു ചിത്രരചനാ മത്സരം നടത്തി. ആ ചിത്രരചനാ മത്സരത്തിൽ പ്രകൃതിയെപ്പറ്റി വരയ്ക്കുവാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. അന്ന് അവിടെ വരച്ച പല കുട്ടികളിൽ നിന്ന് ഒരു പെൺകുട്ടി വരച്ച ചിത്രം ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ വരച്ചത് കിറ്റാക്കുഷ് നഗരത്തിലൂടെ ഒഴുകുന്ന നദിയുടെ ചിത്രമായിരുന്നു. ആ നദിയുടെ ചിത്രത്തിൽ ആ നദിക്ക് മുഴുവൻ അവൾ കറുപ്പ് നിറമാണ് അടിച്ചത്. ഈ കറുപ്പ് നിറമണിഞ്ഞ നദിയും ഈ പ്രകൃതിയും ഇവൾ വരച്ചു വെച്ചത് ഈ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ നടത്തിയ സംഘാടകരുടെ മനസ്സിനെയും മറ്റ് പല അധികൃതരുടെ മനസ്സിനെയും ഏറെ ചിന്തിപ്പിച്ചു. ഈ കൊച്ചു പെൺകുട്ടി വരച്ച ചിത്രത്തിൽ മലിനമാകപ്പെട്ട കറുത്ത വിരൂപമായ ഒരു നദിയായിരുന്നു. ഈ ചിത്രം ആളുകൾക്കൊരു തിരിച്ചറിവിന് കാരണമായി. കിറ്റാക്കുഷുവിലെ ഗവൺമെൻറ് അതോറിറ്റീസും സ്കൂളുകളും വ്യവസായശാലകളും എല്ലാം ചേർന്ന് ആലോചിച്ചു. അവർ തീരുമാനമെടുത്തു, ഈ നദിയെ മനോഹരമാക്കും. ഹിരു പറഞ്ഞ വാക്കിതാണ്, ഒറ്റ വർഷം കൊണ്ട് ഇതിലെ മലിനം പൂർണ്ണമായി നീക്കിയെന്ന് മാത്രമല്ല, നല്ല തെളിനീരുള്ള നദിയാക്കി മാറ്റുവാൻ കഴിയും. ഇന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ കിറ്റാക്കുഷു നദി ആ പെൺകുട്ടിയുടെ വിമർശനം ഉന്നയിക്കപ്പെട്ട ഒരു ചിത്രത്തിൽ നിന്നും ഉടലെടുത്ത ഒരു വലിയ അനുഭവമാണ്. നോക്കുക, ഒരു പെയിൻറ്റിംഗ് കോമ്പറ്റീഷനിൽ ഒരു കുട്ടി വരച്ച അവളുടെ മനസ്സിലെ ചിത്രം ഒരു നാടിൻ്റെ മൊത്തം ഉണർവിനും പുനരുദ്ധാരണത്തിനും കാരണമായി എന്നത് ജപ്പാൻകാരുടെ ഒരു വൈശിഷ്ട്യമാണ്. അവരുടെ ചിന്തകളെ മാറ്റിമറിക്കുവാൻ അല്ലെങ്കിൽ ചിന്തകളെ പുതുക്കുവാൻ ഇത്തരം ഒരു പെൺകുട്ടിയുടെ, ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് ജപ്പാൻകാരുടെ കാഴ്ചപ്പാടിനെയും ദീർഘമായ കാഴ്ചപ്പാടിനെയും ഒക്കെ നമുക്ക് വിലയിരുത്തുവാനും അഭിനന്ദിക്കാൻ തോന്നുന്നത്. ഇതവിടെ എല്ലാ പ്രവർത്തനങ്ങളും കാണുവാൻ കഴിയും. ഒരുക്കുന്ന ഓരോ കാര്യങ്ങൾ. അവർ ഹിരു മിയുക്കും കൂടി എന്നെ അടുത്തോട് കൊണ്ടുപോയത് ഈ മിയുക്കിൻ്റെ അമ്മ താമസിക്കുന്ന വീട്ടിലേക്കാണ്. 90 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ്, നല്ല പ്രായമുള്ള സ്ത്രീയാണ്, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആ വീട് എന്നെ കാണിച്ചു. വീടുകളിലെ ഭിത്തികളൊക്കെ വളരെ എന്താ പറയുക, നമ്മൾ പറയുന്നതിൽ ചില ബോർഡുകൾ കൊണ്ട്, വലിയ ഇഷ്ടികൾ കൊണ്ടുള്ള ഭിത്തികളല്ല, ചില ബോർഡുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നവയാണ്. അപ്പം അവർ ഡിസ്മാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അത് വേണമെങ്കിൽ മുഴുവൻ അഴിച്ച് വേറെ സ്ഥലത്തേക്ക് കൂടെ മാറ്റിക്കൊണ്ടുപോകാൻ കഴിയും. അവർ ആ വീടും അതിൻ്റെ പരിസരങ്ങളും കാണിച്ചു. ഈ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, പക്ഷെ അതിൽ അവർ ആഹ്ലാദവതിയാണ്. മക്കൾ നോക്കുന്നില്ലെന്നോ എൻ്റെ മകൻ അടുത്തില്ലെന്നോ മകളടുത്തില്ലെന്നോ പരിഭവങ്ങളൊന്നുമില്ല. മറിച്ച് ഒരൊറ്റയ്ക്ക് ജീവിക്കുന്നതിലെ ആഹ്ലാദം കണ്ടെത്തുകയാണ്, സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. തീർച്ചയായും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരുന്നു അത്. ഹിരു കിറ്റാക്കുഷു നഗരമൊക്കെ എന്നെ കൊണ്ട് കാണിച്ചു. വൈകിട്ട് വീട്ടിലേക്ക് പോയി. അന്ന് അവിടെ നമുക്ക് താമസമാണ്. വീട് എൻ്റെ മനോഹാരിത, ചെറിയ വീട്, എൻ്റെ മനോഹാരിത ഒക്കെ നമ്മൾ കണ്ടു. വൈകിട്ടൊരു 7 മണി ആയപ്പോഴേക്കും 10-20 കോളേജ് വിദ്യാർത്ഥിനികൾ ഈ വീട്ടിലേക്ക് വന്നു. അതായത് ഈ ഹിരുവിൻ്റെ ഭാര്യ പഠിപ്പിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികളാണ് അവർ. അതൊരു വീക്കെൻഡാണ്. അവർ പറഞ്ഞത് ഇന്ന് ഈ മേഡത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ബാർബിക്യൂ പാർട്ടി. 20ഓളം വിദ്യാർത്ഥികൾ വന്ന് 7 മണി കഴിഞ്ഞ സമയം ഇവരെ വീടിൻ്റെ മുറ്റത്തേക്ക് ബാർബിക്യൂനുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തു. നിരവധി ബാർബിക്യൂ സ്റ്റാൻഡുകൾ നാട്ടി ബാർബിക്യൂ ഉള്ളതായ അതിൻ്റെ ഇറച്ചികളും മസാലകളും എല്ലാം കൊണ്ടുവന്നു. ബാർബിക്യൂ അതിനകത്ത് വെച്ച് ഈ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈ പുറത്ത് വെച്ച് പൊരിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഈ കുട്ടികളുടെ ഡാൻസ്, പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന വീടിൻ്റെ അന്തരീക്ഷത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ മാറ്റിമറിച്ചു. അവിടെ ഇവരുടെ പാട്ട്, ഡാൻസ്, ബഹളം, ബാർബിക്യൂ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, ആൾക്കാർ കൊടുക്കുന്നു. നേരം വളരെ രാത്രിയാവുകയോളം ഇവർ ഇതിനകത്ത് ആഹ്ലാദ ചുവടുകൾ വെച്ചുകൊണ്ടേയിരുന്നു. ഹൃദ്യമായിരുന്നു കാഴ്ച. എല്ലാവരും തളർന്നു പിന്നെ ഉറങ്ങി. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ കുട്ടികളെല്ലാം വന്ന്
ഈ ഒരു ഡൈനിങ് റൂമിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്ന് കിടന്ന് നീളത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. കട്ടിലൊന്നും സെലക്ട് ചെയ്യുന്നില്ല, അവിടെ നിലത്ത് കിടന്ന് ഉറങ്ങുകയാണ്. എല്ലാവരും കിടന്നുറങ്ങി. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴേക്കും അതിശയോക്തി വളർത്താതെ പറയട്ടെ, അവരാരും ഓടിൽ നിന്ന് മാത്രമല്ല, തലേന്ന് വൈകിട്ട് അങ്ങോട്ട് ബാർബിക്യൂ പാർട്ടി നടത്തിയ സ്ഥലമാണെന്ന് പോലും തോന്നിക്കാത്ത രീതിയിൽ അത്ര വൃത്തിയായി ഇവ ക്രമീകരിച്ചിട്ടാണ് കുട്ടികളെല്ലാം അവിടെ വിട്ടുപോയത്. തലേന്ന് സന്ധ്യയിൽ വന്ന് ബാർബിക്യൂ നടത്തി അവിടെ മുഴുവൻ പടക്കവും പൊട്ടിച്ച് നിരവധി ബലൂണുകളുമൊക്കെ വീർപ്പിച്ച് അവിടെ എല്ലാം ഉത്സവ ഛായയാക്കിയ ആ അന്തരീക്ഷത്തെ പിറ്റേന്ന് വെളുപ്പിന് എപ്പോഴോ ഈ കുട്ടികൾ മുഴുവൻ പേരും എഴുന്നേറ്റ് തിരികെ പോകുന്നതിന് മുമ്പ് മുഴുവൻ വൃത്തിയാക്കി അതീവ ഹൃദ്യമായ ഒരു സ്ഥലമാക്കി തന്നെ മാറ്റിയിട്ടാണ് പോയത്. ഇത് അവരുടെ പരിശീലനത്തിൻ്റെ ഭാഗമാണെന്നാണ് ഹീറോ എന്നോട് പറഞ്ഞത്. എങ്ങനെയാണ് ആ കാര്യങ്ങളെ അവർക്ക് ക്രമീകരിക്കുവാനും ഉപയോഗിക്കുവാനും അത് ഒരു നാടിൻ്റെയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയും അന്തസ്സം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി എനിക്ക് തോന്നി. ഹീരോയിനോടുള്ള താമസം, 2 ദിവസത്തെ താമസം വളരെ സന്തോഷകരമായിരുന്നു. ജപ്പാനീസ് ഭക്ഷണം അവരോടൊപ്പം കഴിക്കാൻ കഴിഞ്ഞു. നമുക്കറിയാവുന്നില്ല, അവർ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പാല് നേരിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചും കുടിക്കുകയാണ്. തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയേറെ ശുദ്ധമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. കൂടുതലും കഴിക്കുന്ന ഫ്രൂട്ട്സാണ്. അവയൊക്കെ ഏറ്റവും ഹൈജീനിക്കായിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ് അവയെല്ലാം നമുക്ക് പറഞ്ഞു തരികയും കാണിച്ചു തരികയും അവരോടൊപ്പം കഴിക്കുവാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തു. ജപ്പാനിലെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഹൃദ്യമായി തോന്നുന്നത് ഈ ജപ്പാനിലെ ആ വീട്ടിൽ താമസിച്ച 2 ദിനങ്ങളാണ്. എങ്ങനെ ഒരു ഗസ്റ്റിനോട് പെരുമാറണം, എന്താണ് ആദ്യത്തെ മര്യാദകൾ, അവയൊക്കെ ജപ്പാൻകാരുടെ രീതിയിൽ തന്നെ പഠിപ്പിച്ചിരും. അവർ അവരുടെ വിശ്വാസങ്ങളെപ്പറ്റി അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി തരും. ജീവിത ശൈലികളെപ്പറ്റി മനസ്സിലാക്കി തരും. അവർ ഒന്നും എക്സാജറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരല്ല. എന്താണോ പച്ചയായ അവരുടെ ജീവിതശൈലി അവ അതേ രീതിയിൽ തന്നെ പറഞ്ഞു തരുവാനും മനസ്സിലാക്കുവാനും ഈ യാത്ര, ഈ താമസം സഹായകരമായി ജപ്പാനെ അടുത്തറിയുവാൻ നമുക്ക് കഴിഞ്ഞു. തീർച്ചയായും ജപ്പാൻ യാത്രയിലെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു ഹീരോയിനോടും മിയുക്കിനോടൊപ്പം ആ വീട്ടിൽ 2 ദിവസം താമസിച്ചത്. യാത്രകൾ തിരിച്ചറിവാകും എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ജപ്പാൻ യാത്ര പലപ്പോഴും തിരിച്ചറിവിൻ്റെ പുതിയ ഓരോ മുഖങ്ങളും നമുക്ക് കാണിച്ചു തന്നു. ജപ്പാനിലെ ട്രെയിൻ യാത്രകളും ജപ്പാനിലെ സന്ദർശനങ്ങളും ഒക്കെ ഓരോ പുതിയ തിരിച്ചറിവിൻ്റെ പാഠശാലകളായി മാറുകയായിരുന്നു. അതിൽ വളരെ ഹൃദ്യമായ ചില സംഭവങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മായാതെ പോകുന്നവയാണ്. ജപ്പാനിലെ യാത്രയിൽ എനിക്ക് ആഗ്രഹമുണ്ടായൊരു കാര്യം, എൻ്റെ ജപ്പാൻ യാത്രയിൽ ഞാൻ ഏറെ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം ടോക്കിയോയിൽ പോവുകയും ഒരു 4-5 ദിവസം ടോക്കിയോ നഗരം കാണുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു. പക്ഷെ ഞങ്ങൾ താമസിച്ചിരുന്ന 2ാമത്തെ നഗരമായ ഫുക്കോക്കയിൽ നിന്ന് ടോക്കിയോയിൽ എത്തുക, പിന്നെ ടോക്കിയോയിൽ താമസിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരവും തന്നെയുമല്ല ഏറെ ചിലവേറിയതുമായിരുന്നു. ടോക്കിയോയിൽ താമസിക്കുക, തമാശക്കാണെങ്കിലും പറയും, ടോക്കിയോയിൽ ശ്വാസം എടുക്കുന്നതിന് പോലും പണം കൊടുക്കേണ്ടി വരും. അത്ര ചിലവേറിയ നഗരമായിട്ടാണ് അന്നും ഇന്നും ടോക്കിയോ നഗരത്തെ എല്ലാവരും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ടോക്കിയോയിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ജപ്പാൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ജപ്പാനിലുള്ള ഒരു KG പിള്ളയുടെ അഡ്രസ്സും ഫോൺ നമ്പറും എനിക്കുണ്ടായിരുന്നു. ഞാൻ മറ്റൊരു സുഹൃത്തിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഞാൻ KG പിള്ളയെ വിളിച്ചിരുന്നു 1-2 തവണ. പക്ഷെ അദ്ദേഹത്തിന് ടോക്കിയോയിൽ ഒരു താമസ സൗകര്യം നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെയുള്ളത് ഹോട്ടൽ മാത്രമാണ്. ഹോട്ടൽ നമുക്ക് ചിന്തിക്കാവുന്നതിലേറെ ചിലവേറിയതാണ്.
5 ദിവസം ടോക്കിയോയിലെ ഹോട്ടലിൽ താമസിക്കുക, അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുക, അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് താങ്ങാൻ ആയിരുന്നില്ല. എന്നാൽ എൻ്റെ കൂടെയുള്ള പല JC അക്കാഡമി മെമ്പേഴ്സും അവരുടെ മറ്റ് പല സുഹൃത്തുക്കൾക്ക് വഴി ടോക്കിയോയിലെ സന്ദർശനം തരപ്പെടുത്തുന്നത് എനിക്കറിയാമായിരുന്നു. ഞാൻ ഓർക്കുന്നത് ഹോങ്കോങ്ങിൽ നിന്നുള്ള ഒരു ഡെലിഗേറ്റ്, ഒരു ലേഡി ഡെലിഗേറ്റ് ഒരു സിനോട് പറഞ്ഞു, ചെറിയാൻ എൻ്റെ യാത്ര ടോക്കിയോയിലെ സേഫ് ആയിട്ടുണ്ട്, എനിക്ക് ഫ്രണ്ട് അവിടെ കെട്ടിയിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ആയോ? എനിക്ക് ആയിട്ടില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ടോക്കിയോയിലെ ഹെഡ് ക്വാർട്ടേഴ്സുള്ള ഓയിസ്ക ഇൻ്റർനാഷണൽ, ഞാൻ കോട്ടയത്തെ ഓയിസ്കയുടെ മെമ്പറാണ്. അപ്പോൾ ഞാൻ ഈ ടോക്കിയോയിലെ ഓയിസ്ക ഇൻ്റർനാഷണലിലേക്ക് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ മെയിൽ അയച്ചിരുന്നു. ഞാൻ ജപ്പാനിൽ ഇത്ര ദിവസത്തെ പരിശീലന പരിപാടിക്ക് വേണ്ടി ഇന്ന നഗരങ്ങളിലുണ്ട്, എനിക്ക് ടോക്കിയോയിൽ ഒരു ദിവസം താമസിക്കാൻ താല്പര്യമുണ്ട്, ഒരു ആഴ്ച താമസിക്കാൻ താല്പര്യമുണ്ട്, ക്രമീകരണങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞു. എനിക്ക് കാര്യമായിട്ട് മറുപടിയൊന്നും വന്നിരുന്നില്ല. ഞാൻ ഈ ടോക്കിയോയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വീണ്ടും ഒരു മെയിൽ അയച്ചു. അപ്പോഴേക്കും ഫുക്കോക്കയിൽ നിന്ന് ഞങ്ങളുടെ അവിടുത്തെ പരിശീലന പരിപാടിയുടെ സമയം തീരാറായിരുന്നു. എന്തായാലും ഞാൻ ടോക്കിയോക്ക് പോകുന്നത് തീരുമാനിച്ചു. പരിശീലന പരിപാടികൾ കഴിഞ്ഞു. ഞങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഹോട്ടലിൽ നിന്ന് ഹോട്ടൽ വെക്കേറ്റ് ചെയ്തു. ഞാൻ ടോക്കിയോയ്ക്കുള്ള മെട്രോ ട്രെയിനിൽ മറ്റ് പല കൂട്ടുകാരുടെ ഒപ്പം ടിക്കറ്റ് എടുത്തു. ടോക്കിയോ സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി എൻ്റെ ബാഗിൽ രണ്ടും അവിടെ ലോക്കറിൽ വെച്ചു. ഞാനിപ്പോൾ ഓർക്കുന്നു, ലോക്കറിൽ വെക്കാൻ മാത്രം ഞാൻ 1900 yen ഈ ലോക്കറിന് 2 ബാഗിൽ വെക്കാൻ വേണ്ടി അവിടെ കൊടുത്തു. ഇത് കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡെലിഗേറ്റ് പോകുന്ന അയാളുടെ ഒപ്പം ഞാനും കൂടെ പോയി. അയാൾ ഓഫീസിൽ ചെന്നു. അത് ജപ്പാനിലെ ടോക്കിയോയിൽ താമസസൗകര്യം എൻ്റെ കൂട്ടുകാരന് വേണ്ടി ഏർപ്പെടുത്തിയ ഒരു സുഹൃത്തിൻ്റെ ഓഫീസിൽ ചെന്നു. അവിടെ നിന്ന് ഞാൻ വീണ്ടും എൻ്റെ മെയിൽ ചെക്ക് ചെയ്തു. കാരണം അന്ന് ഇത്രയൊന്നും മെയിൽ സൗകര്യങ്ങളൊന്നുമില്ല. മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഓയിസ്കയിൽ നിന്ന് ഒരു മറുപടി കിടപ്പുണ്ട്. നിങ്ങൾ ടോക്കിയോ ഓയിസ്ക ഇൻ്റർനാഷണൽ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ട്, ബാക്കിയുള്ള യാത്രാ ഡീറ്റെയിൽസ് അറിയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തിൻ്റെ അടുക്കൽ നിന്ന് ഈ ഓയിസ്ക ഇൻ്റർനാഷണലിലേക്ക് ബന്ധപ്പെട്ടു. 15 മിനിറ്റിനകം ഓയിസ്ക ഇൻ്റർനാഷണൽ എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങൾ ഉണ്ടായിരുന്ന ആ റൂമിൽ വന്നു. അതിന് കാറിൽ എന്നെ കയറ്റി തിരിച്ച് സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ ബാഗേജിലൊക്കെ എടുത്ത് ഓയിസ്കയിൽ ചെന്നു. ഓയിസ്ക ഇൻ്റർനാഷണലിൻ്റെ ടോക്കിയോ ഹെഡ് ക്വാർട്ടേഴ്സിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെ അവിടുത്തെ ഓയിസ്കയുടെ സെക്രട്ടറി ജനറൽ എന്നെ കാണാൻ വേണ്ടി അദ്ദേഹം ഉള്ളിൽ കൊണ്ടുപോയി. അദ്ദേഹം വളരെ ഹൃദ്യമായി സ്വീകരിച്ചു. എന്നിട്ട് അദ്ദേഹം, എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യം, അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലെ കേരളത്തിലെ ഓയിസ്ക മെമ്പറായി എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓയിസ്കയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾക്കെന്നും കേരളത്തിൽ ഞങ്ങൾ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഞങ്ങളുടെ അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ്, എൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ളതായ എൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഫോം സ്കാൻ ചെയ്ത് സൂക്ഷിക്കുന്നത് കാണിച്ചു. വലിയ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, എത്ര ദിവസം വേണ്ടിയുള്ളൂ? ഞാൻ പറഞ്ഞു, എനിക്ക് 5 ദിവസം വേണ്ടിയുള്ളത്. 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ടോക്കിയോയിൽ നിന്ന് നരിത എയർപോർട്ട് വഴി തിരിച്ചു പോകേണ്ടത്. അദ്ദേഹം പറഞ്ഞു, 2 കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്, 2 നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ്? 1, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണം, അതിന് യാതൊരു പണവും നിങ്ങൾ നൽകേണ്ടതില്ല. നമുക്ക് വളരെ സന്തോഷമായി. 2ാമത്തെ കാര്യം, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നിങ്ങൾ ഇവിടുന്ന് തന്നെ കഴിക്കണം. അത് ഞങ്ങളുടെ റിക്വസ്റ്റാണ്. നോക്കുക, നമ്മൾ എങ്ങനെ ഈ ഒരു യാത്രയിൽ ഈ ഭക്ഷണവും മറ്റ് താമസവും എങ്ങനെ അറേഞ്ച് ചെയ്യുമെന്ന് വിചാരിച്ച് വേവലാതിപ്പെടുന്ന ആളിനോട് പറയുകയാണ്, നിങ്ങളുടെ താമസം ഇവിടെ സൗജന്യമാണ്, കൂടാതെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇവിടുന്ന് തന്നെ കഴിക്കണം. നിങ്ങൾ എവിടെ പുറത്തു പോയാലും വൈകുന്നേരം വന്ന് ഇവിടുന്ന് തന്നെ ഡിന്നറിൽ പങ്കാളിലാവണം എന്ന് പറഞ്ഞുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ആതിഥ്യ മര്യാദ നമ്മളെ ഒട്ടൊന്നുമല്ല വിസ്മയിപ്പിച്ചത്. ഓയിസ്ക ഹെഡ് ക്വാർട്ടേഴ്സിലെ താമസവും 5 ദിവസത്തെ ടോക്കിയോ നഗരം ചുറ്റിക്കാണാൻ ലഭ്യമായ അനുഭവവും നമ്മുടെ ജീവിതത്തെ ഏറെ മാറ്റിമറിക്കുന്നതായിരുന്നു. ഞാൻ ഓർക്കുന്നു, വൈകുന്നേരം നമ്മൾ ടോക്കിയോ നഗരത്തിലൂടെ നമുക്ക് ഇറങ്ങി നടക്കാം. നടന്ന വഴിക്കും ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, തപസ് ഒരാളെ പരിചയപ്പെട്ട് ഓർക്കുന്നുണ്ട്. ഇന്ത്യക്കാരനാണ്. തപസ്സിനെ പരിചയപ്പെട്ടു. തപസ് എന്നെ കണ്ടപ്പോൾ അയാൾക്ക് ഇന്ത്യക്കാരൻ ലുക്ക് തോന്നി. അയാൾ എന്നെ നമസ്കാരം എന്ന് പറഞ്ഞു. ബംഗാളിയാണ്. അദ്ദേഹം എന്നോടൊപ്പം കുറച്ച് നടന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അന്നത്തെ നിലയിൽ കുറച്ച് yen, അതും എനിക്ക് തോന്നുന്നൊരു 3000 മിന്നോറ്റാ എന്നോട് തന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് കയ്യിൽ വെക്കണം. എന്തിനാ എനിക്ക് നിങ്ങൾ പണം തരുന്നത്? അത് മറ്റൊന്നുമല്ല, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അന്നിതുപോലെ നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഒന്നും ഇതുപോലെയൊന്നും ഇല്ല, അല്ലെങ്കിൽ വാട്സപ്പ് സൗകര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ
ഇന്ത്യയിലെ പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സൊക്കെ പത്രവാർത്തകൾ വരുമ്പോൾ നിങ്ങളത് വെട്ടിയെടുത്ത് സ്കാൻ ചെയ്ത് എനിക്ക് ഫാക്സ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആ പണം എന്നോട് ഉപയോഗിക്കുക. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പണം ആവശ്യമെന്ന് ഞാൻ വീണ്ടും അയച്ചു തരാം. എനിക്ക് ഇന്ത്യയുടെ പുതിയ ഡെവലപ്മെൻറ്റ്സൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്, പുതിയ വാർത്തകൾ അറിയുമ്പോൾ നിങ്ങൾ പത്രവാർത്തകളൊക്കെ എനിക്ക് ഫാക്സ് ചെയ്യണം. എനിക്ക് വളരെ ഹൃദ്യമായി അദ്ദേഹത്തിൻ്റെ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ജിജ്ഞാസ എനിക്ക് വളരെ താല്പര്യമായി തോന്നി. പക്ഷെ നമ്മളെ ചിന്തിപ്പിക്കുന്ന മറ്റുള്ള കാഴ്ചകൾ, ഈ ജപ്പാനിലെ ടോക്കിയോയിലെ ഓരോ വലിയ കെട്ടിടങ്ങളും, ബഹുനില കെട്ടിടങ്ങളും രാത്രി 7 മണി 8 മണി 9 മണിക്കെല്ലാം അവയെല്ലാം ലൈറ്റുള്ള അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമായ സ്ഥലങ്ങളാണ്. അപ്പം ഞാൻ പലരോടും ചോദിച്ചു എന്താ ഇതിൻ്റെ കാര്യം. അവർ പറഞ്ഞത് ഇവർ വൈകുന്നേരം ഓഫീസ് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ വീട്ടിൽ സമയം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നു, വീട്ടിൽ പഠിക്കുന്നു. വീണ്ടും ഈ ആളുകൾ ഏറെയും തിരിച്ച് ഓഫീസിലും ജോലി ചെയ്യുന്നവരാണ്. എന്നിട്ട് പറഞ്ഞൊരു വാക്ക്, ഇവർക്ക് ജോലി എന്നൊരു ആഹ്ലാദകരമായ അനുഭവമാണ്. ജോലി ഒരു ഭാരമല്ല. അവർ വൈകുന്നേരം 5 മണിക്കോ അല്ലെങ്കിൽ സമയം കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ അവർ കുടുംബങ്ങളോടൊപ്പം ഇരിക്കുന്നു, അവർ സംസാരിക്കുന്നു, സമയം ചെലവഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം അവർക്ക് വീണ്ടും ജോലി അവരുടെ ആഗ്രഹം, ആഹ്ലാദം അവരെ നിറയ്ക്കുന്നു. ജപ്പാനിലെ പല ഓഫീസുകളിലും വലിയ പടുകൂറ്റൻ മന്ദിരങ്ങളിലൊക്കെ രാത്രികളിൽ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, അവിടെയൊക്കെ കർമ്മനിരതരായ ആളുകൾ ആഹ്ലാദത്തോടെ ആവേശത്തോടെ ജോലി ചെയ്യുന്ന കാഴ്ചയാണ്. അവർക്ക് ജോലി ഭാരമല്ല, അല്ലെങ്കിൽ അവർക്ക് ജോലിയല്ല, ജോലി ആനന്ദകരമായ അനുഭവമാണ്. ഞാൻ അന്നാണ് ആദ്യമായിട്ട് നമ്മുടെ കാർ പാർക്കിങ്ങിന് ഒരു കെട്ടിടത്തിൻ്റെ 5ാം നിലയിലോ 6ാം നിലയിലോ 7ാം നിലയിലോ ഒക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുമെന്ന് കണ്ടത്. അതായത് സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ സെല്ലാറിലോ മാത്രം പാർക്ക് ചെയ്ത് കണ്ടിരുന്ന കാഴ്ച ശീലിച്ച് നമുക്ക് കെട്ടിടത്തിൻ്റെ മുകൾ നിലകളിലെല്ലാം കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ചില കെട്ടിടങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ലിഫ്റ്റ് വഴി ഓരോന്നിലും കാറുകൾ മുകളിലേക്ക് ഉയർന്നു പോകുന്നത്, അവിടെ ചെന്ന് പാർക്ക് ചെയ്യുന്നത്, അത് തിരിച്ചു കൊണ്ടുവരുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചയും അനുഭവമായിരുന്നു. എത്രയേറെ ടെക്നോളജിയിൽ, സാങ്കേതിക വിദ്യയിൽ ജപ്പാൻകാർ ഉയർന്നിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ഒരു തെളിവായിരുന്നു ഈ കാർ പാർക്കിങ്ങിലൂടെയൊക്കെ അന്ന് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞത്. ഈ യാത്രയിൽ, ഈ ഓയിസ്കായിലെ യാത്രയിലാണ് അവിടെ വെച്ച് എന്ന് കോഴിക്കോട് നിന്ന് വന്ന ഓയിസ്കായുടെ ട്രെയിനിങ്ങിന് വന്ന നൽനാഷിനെ കാണുവാനും പരിചയപ്പെടാനായത്. അത് വ്യത്യസ്തമായ ഒരു യാത്രയുടെ അനുഭവമാണ് സമ്മാനിച്ചത്. നൽനാഷിനുമായുള്ള ആ സംഭാഷണത്തിനിടയിൽ ഞങ്ങൾക്ക് വീണ്ടും കേരളത്തെപ്പറ്റി പല കാര്യങ്ങളൊക്കെ പറയാൻ കഴിഞ്ഞു. നൽനാഷിൻ്റെ ജപ്പാൻ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. വളരെ ഹൃദ്യമായൊരു അനുഭവം ഉണ്ടായത് യോക്കോഹോമയിലെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിൽ 10-50 കിലോമീറ്റർ ദൂരമുള്ള ട്രെയിൻ യാത്രയിൽ ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്കും ട്രെയിനിൻ്റെ വാതിൽ അടഞ്ഞു. ഇവിടുത്തെ നമ്മുടെ ഇപ്പോഴത്തെ മെട്രോ ട്രെയിനിലൊക്കെ പോലെ തന്നെ ട്രെയിനിൻ്റെ വാതിൽ അങ്ങ് അടഞ്ഞു. ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് നൽനാഷ് ഓർക്കുന്നത് തൻ്റെ കയ്യിലെ ക്യാമറ ട്രെയിനിൽ വെച്ച് മറന്നുപോയി. ആകെയുള്ളത് ഈ റെയിൽവേ സ്റ്റേഷനിലെ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അദ്ദേഹമാണ് വെൻഡിങ് മെഷീൻ നിയന്ത്രിക്കുന്നു, സിഗ്നൽ കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും. ഇദ്ദേഹത്തിനാണെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാൻ സമയമില്ല. പെട്ടെന്ന് നൽനാഷൻ തൻ്റെ കയ്യിലെ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അതിൽ എഴുതി വെച്ചു, ഐ ലോസ്റ്റ് എ ക്യാമറ എന്ന് ഞങ്ങൾ നടന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം അവിടെ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ്, ഒരു ഫാമിലാണ്. ഈ സ്ഥലത്ത് 2 ജപ്പാൻകാർ വന്നിട്ട് നൽനാഷെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു ക്യാമറ നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടിയിരുന്നു. അതിന് പരാതി അനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിൽ ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടേതാണോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അത് നിങ്ങളുടെ അല്ല എങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. നിങ്ങളുടെ ക്യാമറയുടെ നഷ്ടം എത്രയാണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ തരാൻ തയ്യാറാണ്. നൽനാഷിനെ ആകപ്പാടെ നാണക്കേടായി. കാരണം ഈ ക്യാമറ എന്ന് പറയുന്നത് പഴയൊരു ആൽഫ ക്ലിക്ക് 3 ക്യാമറയാണ്. 17 ഫിലിം മാത്രം ഇടാവുന്ന പഴയൊരു ക്യാമറ, ആരും ഒന്നും ഉപയോഗിക്കുന്നതല്ല. അതും അതിൻ്റെ കേസുകളൊക്കെ പഴകിയതാണ്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് കൊണ്ടുത്തരത്തക്ക ഒരു പ്രാഗൽഭ്യവും ഈ സാധനത്തിനില്ല. ഏതായാലും നൽനാഷ പാക്കറ്റ് വാങ്ങിച്ചു, പൊട്ടിച്ചു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാമറ തന്നെ. ഇദ്ദേഹം തല കുലുക്കി സന്തോഷത്തോടെ പറഞ്ഞു, എൻ്റെ ക്യാമറ തന്നെയാണ്. നൽനാഷൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം 2 ചോദ്യങ്ങൾ ചോദിച്ചത്. ഒരു ചോദ്യം ഇതാണ്,
നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വരെ ഇത് കൊണ്ടുവന്ന് തരാൻ തയ്യാറായത്? 2, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അല്ല ഈ ക്യാമറ എങ്കിൽ അതിന് പകരം മറ്റൊരു ക്യാമറ അതിന് വില ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. അപ്പോൾ അവർ പറഞ്ഞു, അതിന് മറുപടി ഇതാണ്, നിങ്ങൾ ഞങ്ങളുടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, ജപ്പാനിലെ ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ട്രെയിനിൽ എന്ത് വയ്ക്കാനും ഉള്ള അവകാശമുണ്ട്. പക്ഷേ ആ സാധനം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം റെയിൽവേയുടെയാണ്. ഞങ്ങളത് വീഴ്ച വരുത്തിയാൽ അതിൻ്റെ കുറ്റക്കാരൻ നിങ്ങളല്ല, ഞങ്ങളാണ്. അതിന് നഷ്ടപരിഹാരം തരാൻ ഞങ്ങൾ തയ്യാറാണ്. എൻ്റെ യാത്രയിൽ ഇത്രയേറെ എന്നെ തിരിച്ചറിവിന് ബോധ്യമാക്കിയ മറ്റൊരു സംഭവം ഉണ്ടായിട്ടെന്ന് തോന്നുന്നില്ല. അതായത് നമ്മളൊരു സാധനം ഒരു ട്രെയിനിൽ വെച്ച് നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ നാട്ടിൽ അത് ആരോടെങ്കിലും ഒന്ന് കംപ്ലയിൻറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന മറുപടി എന്താണ്? ഇവിടെ സംഭവിച്ചെന്താണ്? അവിടെ സാധനത്തിന് വിലയല്ല, മറിച്ച് ഏതൊരു യാത്രക്കാരൻ്റെയും ചില അവകാശങ്ങൾ അല്ലെങ്കിൽ അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം റെയിൽവേയുടേത്, ഇത് രണ്ടും ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഒരു ജീവിതം, ഒരു ജനത, ഒരു സമൂഹം സംസ്കാരത്തിൻ്റെ ഉയർച്ചയിലേക്ക് മാറുന്നു കാണാൻ കഴിയും. ജപ്പാനിലെ യാത്ര ഓരോന്നും അത്തരം സംസ്കാരത്തിൻ്റെ തുറന്ന മുഖങ്ങളായിരുന്നു. അവരുടെ ആതിഥ്യ മര്യാദകളും പെരുമാറ്റ രീതികളും ഒപ്പം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൻ്റെ ചില ചിത്രങ്ങളും ഈ യാത്രയിൽ ഉടനീളം കാണുവാനും അറിയുവാനും കഴിയും.